നമ്മളപ്പോ ഏതാ പറഞ്ഞോണ്ടിരുന്നത് കഴിഞ്ഞ ക്ലാസ്സില്? ഷേപ്സ് അല്ലേ? പ്ലെയിൻ ഷേപ്സ് പറഞ്ഞു. ഏതൊക്കെ പറഞ്ഞു? റെക്ടാങ്കിൾ, സ്ക്വയർ, ട്രയാങ്കിൾ, സർക്കിൾ. 4 പ്ലെയിൻ ഷേപ്സ് പറഞ്ഞു. പിന്നെ ജിയോമെട്രിക്കൽ സോളിഡ് അല്ലെങ്കിൽ സോളിഡ് ഷേപ്സ് എന്തൊക്കെയാന്ന് പറഞ്ഞു. എന്താന്ന് പറഞ്ഞു അല്ലെ? എന്താ സോളിഡ് ഷേപ്പ്? എന്താ സോളിഡ് ഷേപ്പ്? അതായത് ഒരു പ്ലെയിനിൽ നമ്മൾ വെക്കുവാണെങ്കിൽ ആ പ്ലെയിനിൽ നിന്ന് ഉയർന്നു നിൽക്കുന്ന ഷേപ്പിനാണ് നമ്മൾ എന്ത് പറയുന്നത്? സോളിഡ് ഷേപ്പ് എന്ന് പറയുന്നത് അല്ലെ? അതായത് നമുക്കൊരു പ്ലെയിനില് വരയ്ക്കാൻ പറ്റാത്ത ഒരു പ്ലെയിൻ വെച്ചാൽ ഒരു പ്രതലം, ആ പ്ലെയിനിൽ വരയ്ക്കാൻ പറ്റാത്ത ഷേപ്പിനെയാണ് നമ്മൾ സോളിഡ് ഷേപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, സോളിഡ് ഷേപ്പ് ഏതൊക്കെയാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? നോ. ഫസ്റ്റ് വൺ ക്യൂബോയിഡ് അല്ലെങ്കിൽ ക്യൂബ്. ക്യൂബോയിഡ്, ക്യൂബ്. ഇത് നിങ്ങള് സെക്കൻഡ് സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ പഠിച്ചിട്ടുണ്ട്. സെക്കൻഡ് സ്റ്റാൻഡേർഡ് പഠിച്ചിട്ടുണ്ട് ഇല്ലേ? ക്യൂബോയിഡ്, ക്യൂബ് പഠിച്ചിട്ടില്ല? പഠിച്ചിട്ടുണ്ടല്ലോ. ഷാൻ പഠിച്ചിട്ടില്ല. ഓക്കെ, ക്യൂബോയിഡ് അല്ലെങ്കിൽ ക്യൂബ് എന്ന് പറയുന്ന ഷേപ്പ്. ക്യൂബ് വേറെ, ക്യൂബോയിഡ് വേറെ. This is cuboid. The shape of your pencil box is cuboid. കണ്ടോ? ഇതിന് എത്ര വശങ്ങൾ, എത്ര സൈഡ് ഉണ്ട്? എത്ര സൈഡ് അല്ല, എത്ര ഫേസ് ഉണ്ട്? ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്, സിക്സ്. അതായത് 6 ഫേസസ് ഉള്ള 6 ഫേസസ്. ഓരോ ഫേസും റെക്ടാങ്കിൾ ആയിട്ടുള്ള ഷേപ്പിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ക്യൂബോയിഡ് എന്ന് പറയുന്നത്. അതാ നിഹാര ഷാർപ്നർ കാണിച്ചിരുന്നത്. ഷാർപ്നറിന്റെ ഷേപ്പും ക്യൂബോയിഡാണ്. കണ്ടോ? നമുക്ക് കുറെ എക്സാമ്പിൾ പറയാം. ഫസ്റ്റ് വൺ പെൻസിൽ ബോക്സ്. പിന്നെ പറയാൻ പറ്റുന്നത് എന്താ? ഫ്രിഡ്ജ്, TV, LCD TV അല്ല, പഴയ TV ഇല്ലേ അത്. പിന്നെന്താ? നല്ല കട്ടിയുള്ള ബുക്ക്. ഇതൊക്കെ ക്യൂബോയിഡ് ഷേപ്പാ. കണ്ടോ? എല്ലാ ഭാഗത്തും റെക്ടാങ്കിൾ ഷേപ്പ് ആയിരിക്കും. പിന്നെന്താ നമുക്ക് എക്സാമ്പിൾ പറയാൻ പറ്റുന്നേ ക്യൂബോയിഡ് ഷേപ്പിന്? പിന്നെന്താ? മാച്ച് ബോക്സ്, തീപ്പെട്ടിക്കൂട്. പിന്നെന്താ പറയാൻ പറ്റാ? എന്താ നിഹാര എന്തോ എക്സാമ്പിൾ പറയുന്നുണ്ടല്ലോ, എന്താ? ബോള് ക്യൂബോയിഡ് ഷേപ്പ് ആണോ? അല്ലല്ലോ. ക്യൂബോയിഡ് ഷേപ്പ് എന്ന് വെച്ചാല് അതിന് 6 ഫേസ് ഉണ്ടാവും. 6 ഫേസിലും എന്ത് ഷേപ്പ് ആയിരിക്കും? റെക്ടാങ്കിൾ ഷേപ്പ് ആയിരിക്കും. 6 റെക്ടാങ്കിൾസ് കൂട്ടി വെച്ചിട്ട് നമ്മൾ ഒരു ഷേപ്പ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിനെയാണ് ക്യൂബോയിഡൽ ഷേപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, വലിയ കാർഡ്ബോർഡ് പെട്ടിയൊക്കെ കണ്ടിട്ടില്ലേ? വലിയ സാധനങ്ങളൊക്കെ കൊണ്ടുവരുന്ന അതൊക്കെ ക്യൂബോയിഡൽ ഷേപ്പാണ്. ഏറ്റവും വലിയ എക്സാമ്പിൾ നിങ്ങൾ ഫ്രിഡ്ജ് നോക്കിയാൽ മതി. ഫ്രിഡ്ജിന്റെ എല്ലാ സൈഡും സ്ക്വയർ അല്ല, നമ്മളെ റെക്ടാങ്കിൾ ഷേപ്പ് ആയിരിക്കും അല്ലേ? എന്താ അലൻ? റേഡിയോ. ഓക്കെ, റേഡിയോ. പിന്നെ എന്താ പറയാൻ പറ്റുക? ഷെൽഫ്, നിങ്ങളുടെ ഡ്രസ്സൊക്കെ വെക്കുന്ന ഷെൽഫ്. കബോർഡ്. എന്താ അറിയല്ലോ? കാർഡ്ബോർഡ്. കാർഡ്ബോർഡ് വെറും കാർഡ്ബോർഡ് അല്ല, കാർഡ്ബോർഡ് പെട്ടി. നമ്മളിപ്പോ എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഇട്ടുകൊണ്ടുവന്ന കാർഡ്ബോർഡ് പെട്ടിയില്ലേ? പൂജ കുഞ്ഞിനൊക്കെ കിടത്തുന്ന കാർഡ്ബോർഡ് പെട്ടി, പട്ടിക്കുട്ടിനൊക്കെ കിടത്തുന്ന കാർഡ്ബോർഡ് പെട്ടിയില്ലേ? ആ കാർഡ്ബോർഡ് പെട്ടി. ഓക്കെ, അതൊക്കെ ക്യൂബോയിഡിന്റെ എക്സാമ്പിൾസ് ആണ്. അപ്പോ നിങ്ങളുടെ ടെക്സ്റ്റിനകത്ത് പേജ് നമ്പർ 98 ഒരു ക്യൂബോയിഡ് ഷേപ്പ് കൊടുത്തിട്ടുണ്ട്. കണ്ടോ? പേജ് നമ്പർ 98 ക്യൂബോയിഡ് ഷേപ്പ് കൊടുത്തിരിക്കുന്നത് കണ്ടോ?
ആ ഒരു ഷേപ്പ് ആണ് ക്യൂബോയിഡ്. അപ്പൊ ക്യൂബോയിഡിന് എത്ര ഫേസ് ഉണ്ട്? എത്ര ഫേസ് ഉണ്ട് മിസ് ഇപ്പൊ പറഞ്ഞു? 1 2 3 4 5 6 ഫേസ് ഉണ്ട്. അതായത് 6 റെക്ടാങ്കിൾസ് കൂട്ടി വെച്ചിട്ടാണ് നമ്മൾ എന്താക്കുന്നത്? ക്യൂബോയിഡ് ആക്കുന്നത്. ഓക്കെ. ഇനി എത്ര സൈഡ് ഉണ്ട്? എത്ര എഡ്ജ് ഉണ്ട്? എഡ്ജ് എന്ന് വെച്ചാൽ വശം. എത്ര എഡ്ജ് ഉണ്ട്? എഡ്ജ് എന്ന് വെച്ചാൽ വശം. ദാ ഇതൊന്ന് 1, പിന്നെ ഇവിടെ ഒന്ന് 2, ഇവിടെ ഒന്ന് 3, ഇവിടെ ഒന്ന് 4, പിന്നെ നേരെ ഇങ്ങോട്ട് തിരിച്ചാല് 5 6 7 8, പിന്നെ അതിന് നേരെ ഓപ്പോസിറ്റ് സൈഡ് 9 10 11 12. എത്ര എഡ്ജ് ഉണ്ട്? എഡ്ജ് എന്ന് വെച്ചാൽ EDGE എഡ്ജ്. എന്താ എഡ്ജ് എന്ന് പറഞ്ഞാല്? വശങ്ങൾ. അപ്പൊ ഒരു ക്യൂബോയിഡ് ഷേപ്പിന് 12 എഡ്ജ് ഉണ്ട്, 6 ഫേസും ഉണ്ട്. നിങ്ങളുടെ ബോക്സ് കയ്യിലെടുത്ത് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. പെൻസിൽ ബോക്സ്, പെൻസിൽ പൗച്ച് അല്ല, പെൻസിൽ ബോക്സ്. ഓക്കെ. 6 ഫേസ്. എന്തൊക്കെയാ? ക്യൂബോയിഡ് ഷേപ്പിന് 6 ഫേസ് ഉണ്ട്, 12 എഡ്ജസും ഉണ്ട്. ഇനി എന്നാ വെർട്ടെക്സ് എന്ന് പറഞ്ഞാല്? ലൈൻസ് കൂടി ചേരുന്ന പോയിന്റിനെയാണ് നമ്മൾ വെർട്ടെക്സ് എന്ന് പറയുന്നത്. ഒരു റെക്ടാങ്കിളിന് എത്ര വെർട്ടെക്സ് ഉണ്ട് നമ്മൾ പഠിച്ചു? ഒരു റെക്ടാങ്കിളിന്, അതായത് ഇപ്പൊ ഒരു റെക്ടാങ്കിളിന് മാത്രമാണ്. റെക്ടാങ്കിളിന് എത്ര വെർട്ടെക്സ് ഉണ്ട്? 1 2 3 4, 4 വെർട്ടെക്സ് ആണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ ഒരു ബോക്സിന്, അതായത് ഒരു ക്യൂബോയിഡ് ഷേപ്പിന് എത്ര വെർട്ടെക്സ് ഉണ്ടാവും? ക്യൂബോയിഡ് ഷേപ്പിന് എത്ര വെർട്ടെക്സ് ഉണ്ടാവും? വെയിറ്റ് ഒരു മിനിറ്റ്. ഒന്ന് ബോക്സ് എടുത്തിട്ട് എന്നെ നോക്കിയേ. വെർട്ടെക്സ് എന്ന് പറഞ്ഞാല് മൂല, പോയിന്റ്. ലൈൻസ് കൂടി ചേരുന്ന പോയിന്റിനാണ് വെർട്ടെക്സ് എന്ന് പറയുന്നത്. 1 2 3 4, നേരെ ഓപ്പോസിറ്റ് സൈഡില് 5 6 7 8. 8 വെർട്ടെക്സ് ഉണ്ട് അല്ലേ? ഈ സൈഡിലൊന്നും വെർട്ടെക്സ് ഇല്ലല്ലോ. ഈ സൈഡിലും ഇല്ല, ഈ സൈഡിലും ഇല്ല. അപ്പൊ ഈ രണ്ട് ഭാഗത്തും കൂടി 8 വെർട്ടെക്സും ഉണ്ട്. അപ്പൊ ഒരു ക്യൂബോയിഡ് ഷേപ്പിന്റെ പ്രത്യേകത എന്തൊക്കെയാ? A cuboidal shape has 6 faces, 12 edges and 8 vertices. 6 faces, 12 edges, 8 vertices. ഇനി what is cube? ക്യൂബോയിഡ് ഷേപ്പ് കിട്ടി. എല്ലാ ഫേസും റെക്ടാങ്കിൾ ഷേപ്പ് ആയിട്ടുള്ളതിനെയാണ് നമ്മൾ ക്യൂബോയിഡ് അല്ലെങ്കിൽ ക്യൂബോയിഡ് ഷേപ്പ് എന്ന് പറയുന്നത്. Then what is cube? എന്താ ക്യൂബ് എന്ന് പറഞ്ഞാല്? Nothing. All sides, all faces are in the shape of square. എല്ലാ സൈഡും എല്ലാ ഫേസും സ്ക്വയർ ആയിട്ടുള്ള ഷേപ്പിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ക്യൂബ് എന്ന് പറയുന്നത്. അലൻ മാത്യു കാണിച്ചു തരുന്നത് റുബിക്സ് ക്യൂബ്. ഒരു റുബിക്സ് ക്യൂബിന്റെ 6 ഭാഗത്തും സ്ക്വയർ ആണ് കാണാൻ പറ്റുക. സ്ക്വയർ ഷേപ്പ്. എന്താ സ്ക്വയർ ഷേപ്പിന്റെ പ്രത്യേകത? ഓൾ സൈഡ്സ് ആർ ഈക്വൽ. 4 സൈഡ്സും ഈക്വൽ ആയിട്ടുള്ള ഷേപ്പാണ് സ്ക്വയർ. അപ്പൊ നമ്മൾ 6 സ്ക്വയർ എടുത്തിട്ട് ഒരു ഷേപ്പ് ആക്കി വെച്ചാല്, കൂട്ടിച്ചേർത്ത് വെച്ചാല് അലൻ മാത്യു കാണിച്ചു തരുന്ന ആ ഒരു ഷേപ്പ് കിട്ടും. ദാറ്റ് ഈസ് കോൾഡ് ക്യൂബ്. That is called cube. എന്താ അപ്പൊ ക്യൂബിന്റെ പ്രത്യേകത?
ഇതേപോലെ തന്നെ ക്യൂബോയിഡ് തന്നെ ക്യൂബിനും 6 ഫേസ് ഉണ്ടാവും. അല്ലൻ ഒന്ന് എണ്ണി നോക്കിയേ എത്ര ഫേസ് ഉണ്ടെന്ന് ഒന്ന് എണ്ണി നോക്കിയേ ക്യൂബിന്. 6 ഫേസസ് ഉണ്ട് അല്ലേ? അതേപോലെ തന്നെ 12 എഡ്ജസും ഉണ്ടാവും. 12 എഡ്ജസും ഉണ്ടാവും. അതേപോലെ 8 വെർട്ടിസസും ഉണ്ടാവും. But the difference is for a cuboid, cuboidന്റെ കേസിൽ എല്ലാ സൈഡിലും എല്ലാ ഫേസും റെക്ടാംഗിൾ ഷേപ്പ് ആയിരിക്കും. But in the case of cube, ക്യൂബിന്റെ കേസിൽ എല്ലാ ഫേസും സ്ക്വയർ ഷേപ്പ് ആയിരിക്കും. ആ ഒരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം സെയിം തന്നെ. 6 ഫേസ് ഉണ്ട്, 12 എഡ്ജസ് ഉണ്ട്, പിന്നെ 8 വെർട്ടിസസും ഉണ്ട്. ഓക്കെ, അപ്പൊ ക്യൂബോയിഡും ക്യൂബും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലായോ? ക്യൂബോയിഡും ക്യൂബും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലായോ? യെസ്, ഓക്കെ. അപ്പൊ അവിടെ ക്യൂബോയിഡിന്റെയും ക്യൂബിന്റെയും പ്രത്യേകതകൾ പറഞ്ഞിട്ടുണ്ട്. A cuboid and a cube have 6 faces, all of them plain or flat, 12 straight edges and 8 vertices. ഇപ്പൊ നമ്മൾ പറഞ്ഞ കാര്യം തന്നെ. Okay, then next shape. Next shape എന്താ? Cylinder. Cylinder shape എന്താന്ന് അറിയോ? What is the shape of cylinder?